പ്രസവം കഴിഞ്ഞ ഉടനെ നവജാത ശിശുക്കളിൽ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ കാണാൻ കഴിയും. പലപ്പോഴും ചെറിയ കുട്ടികളുടെ കേസിൽ പാരൻസ് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ചെറിയ ബുദ്ധിമുട്ടുകൾ പോലും ഒരു അസുഖം എന്നുള്ള രീതിയിൽ അവർ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്തേക്ക് ഓടുന്ന കാണാറുണ്ട്. എന്നാൽ നവജാത ശിശുക്കളിൽ കാണുന്ന പല ബുദ്ധിമുട്ടുകളും താനെ ഭേദപ്പെടുന്ന കാര്യമാണ്. അതായത് ചികിത്സ ആവശ്യമില്ലാതെ താനെ ക്ലിയർ ആവുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഒരു അസുഖം എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കുകയും വേഗം ഡോക്ടറെ കൊണ്ടുപോയി കൺസൾട്ട് ചെയ്ത് അതിനുവേണ്ടി മെഡിസിൻ കൊടുക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും അതിൻ്റെ ആവശ്യം ഇല്ല. എന്നാൽ എല്ലാ കേസും അങ്ങനെയല്ല. ചികിത്സ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വഴിയെ പറയാം. അപ്പോൾ ചെറിയ കുട്ടികളിൽ പ്രസവം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും ആദ്യത്തെ 3 മാസങ്ങളിൽ കാണുന്ന ചില ബുദ്ധിമുട്ടുകളും അത് എന്തുകൊണ്ടാണെന്നുള്ളതും അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതും പറയാം. വളരെ സാധാരണയായിട്ട് കാണുന്ന ഒന്നാണ് തുമ്മൽ. തുമ്മൽ സ്വാഭാവികമായിട്ടും അവരുടെ നേസൽ പാസേജ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു മെക്കാനിസം മാത്രമാണ്. മൂക്കടപ്പ്, അതല്ലെങ്കിൽ പാല് കുടിക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പനിയോ പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ അതിന് ചികിത്സയുടെ ആവശ്യമില്ല. പക്ഷെ പല ആളുകളും അത് അലർജി എന്നൊക്കെ തെറ്റിദ്ധരിച്ച് അതിന് മെഡിസിൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നവജാത ശിശുക്കളിൽ കാണുന്ന തുമ്മൽ നമ്മൾ ഒരു അസുഖമായി പരിഗണിക്കേണ്ട കാര്യമില്ല. അത് താനെ ക്ലിയർ ആവും. രണ്ടാമതായി കാണുന്നതാണ് ഹിക്കഫ് എന്ന് പറയും. അതായത് എക്കിൾ എടുക്കുക എന്ന് പറയും. ഇത് കുട്ടികളിൽ സ്വാഭാവികമായിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അതിനും ചികിത്സയുടെ ആവശ്യമില്ല. പൊതുവെ പാലുകുടി കഴിഞ്ഞ ശേഷം കുട്ടികളിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അത് താനെ ഭേദപ്പെടുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് കുട്ടികളിൽ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് ക്രമം തെറ്റിയുള്ള ബ്രീത്തിങ്. ശ്വാസോച്ഛ്വാസം ഒരു ഓർഡർ ആയിരിക്കില്ല. ചിലപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ശ്വാസം എടുക്കും, ചിലപ്പോൾ ശ്വാസത്തിൻ്റെ സ്പീഡ് ഒന്ന് കുറയും, പിന്നെ കുറച്ച് നേരം ഒരു പോസ്, കുറച്ചു നേരം ശ്വാസം എടുക്കാതെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇതിന് പീരിയോഡിക് ബ്രീത്തിങ് എന്നാണ് പറയുക. അത് ന്യൂ ബോൺസിൽ സ്വാഭാവികമായിട്ട് കാണുന്നതാണ്. അതൊരു ശ്വാസം മുട്ടാണ് അല്ലെങ്കിൽ അസുഖമാണെന്ന രീതിയിൽ നമ്മൾ എടുക്കുക ചികിത്സയുടെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. മറ്റൊന്ന് സ്റ്റാർട്ട്ലിങ്, കുട്ടി ഞെട്ടുക. ചെറിയൊരു സൗണ്ടോ അതല്ലെങ്കിൽ നമ്മളൊന്ന് ടച്ച് ചെയ്താൽ കുട്ടി വല്ലാതെ ഞെട്ടിച്ചാടുന്നത് പോലെ കാണാം. അതിനും ചികിത്സ ആവശ്യമില്ല. കുട്ടികളിൽ കാണുന്ന ഒരു സ്വാഭാവികമായ ഒരു ലക്ഷണമാണ്. ആദ്യത്തെ 3-4 മാസങ്ങളിൽ ഇത് സാധാരണമാണ്. മറ്റൊന്ന് സ്കിൻ പീലിംഗ് എന്ന് പറയും. കുട്ടികളുടെ കൈയും കാലിലൊക്കെ തൊലി പൊളിഞ്ഞു പോകുന്നതായിട്ട് കാണാം. പല പാരൻസും അത് ഡ്രൈ സ്കിന്നാണ് എന്നൊക്കെ ഉള്ള ധാരണയിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സോ ക്രീമുകളോ അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാം. അതിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി അത് താനെ മാറുന്നതാണ്. അത് പഴയ തൊലി, അതായത് ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്തുള്ള തൊലി പൊളിഞ്ഞു പോയി പുതിയ തൊലി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ മെക്കാനിസം മാത്രമാണ്. അതിന് ക്രീമിൻ്റെയോ വേറെ ചികിത്സയുടെയോ ആവശ്യമില്ല. മറ്റൊരു ബുദ്ധിമുട്ടാണ് മുഖത്തോ ശരീരത്തിലോ ചെറിയ വെളുത്ത കുത്തുകളായിട്ട് രൂപപ്പെടുക. ചില ആളുകൾ ചുണങ്ങ് എന്ന രീതിയിലൊക്കെ ചികിത്സ തേടി വരാറുണ്ട്. നമ്മൾ മിലിയ എന്ന് പറയും. കുട്ടികളിൽ സ്വാഭാവികമായിട്ട് കാണുന്ന സ്കിന്നിൽ കാണുന്ന ഒരു ലക്ഷണം മാത്രമാണത്. അത് സ്വാഭാവികമായി ഒരാഴ്ച കൊണ്ട് തന്നെ ഭേദമാവും. മറ്റ് പ്രധാനപ്പെട്ട ഒരു തൊലിപ്പുറമെ കാണുന്ന ഒന്നാണ് ബേബി ആക്നെ എന്ന് പറയും. നാടൻ ഭാഷയിൽ മുതിര എന്ന് പറയും. കവിള്, അതുപോലെ നെറ്റി, താടി ഭാഗത്തൊക്കെ കാണുന്ന ചെറിയ റെഡ് സ്പോട്ട്, ചൂടുകുരു പോലെ കാണുന്നതാണ്. ഇതിന് കാരണം കുട്ടിയുടെ മാതാവിൽ നിന്നും കുട്ടിയിലേക്ക് ലഭിക്കുന്ന ചില ഹോർമോൺസ്, അതിൻ്റെ കാരണം ഉണ്ടാകുന്ന ഒരു സ്കിന്നിൽ കാണുന്ന ഒരു ലക്ഷണം മാത്രമാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അത് താനെ അപ്രത്യക്ഷമാവും. അവിടെ നമ്മൾ വേറെ ഓയിലോ വേറെ ക്രീമുകളോ അപ്ലൈ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. പിന്നെ പ്രധാനപ്പെട്ടത് കുട്ടികളിൽ കാണുന്ന മഞ്ഞപ്പിത്തമാണ്. അതിന് നമ്മൾ ഫിസിയോളജിക്കൽ ജോണ്ടിസ് എന്ന് പറയും. ഇത് ഈ പ്രസവം കഴിഞ്ഞ് 24 മണിക്കൂറിന് ശേഷം ശരീരത്തിൽ മഞ്ഞ നിറം രൂപപ്പെടുകയും അതിനുവേണ്ടി ചികിത്സ തേടുന്ന ആളുകളുണ്ട്. ശരിക്കും പ്രസവം കഴിഞ്ഞാൽ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ മഞ്ഞ നിറം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ശരിക്കും ചികിത്സയുടെ ആവശ്യമുള്ളൂ. അത് ഒരാഴ്ച മുതൽ 2 ആഴ്ച സമയമെടുത്ത് താനെ ഭേദമാവുന്ന ഒരു ജോണ്ടിസാണ്, ഫിസിയോളജിക്കൽ ജോണ്ടിസ്.
ഈ മഞ്ഞപ്പിത്തം പ്രസവം കഴിഞ്ഞ ആദ്യത്തെ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ചെയ്യുകയോ അതല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടും മഞ്ഞപ്പിത്തം ഭേദമാവാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, ഇതിൻ്റെ ലക്ഷണങ്ങൾ മാറാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ചികിത്സയുടെ ആവശ്യമുള്ളൂ. ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ കേസിൽ നമുക്ക് ചികിത്സ വേണ്ട സമയങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, കുട്ടി തീരെ പാല് കുടിക്കാതിരിക്കുക, അമിതമായിട്ട് ഉറങ്ങുക, കടുത്ത ക്ഷീണം എന്ന പോലെ കുട്ടി ഉണരാതെ മുഴുവൻ സമയം ഉറങ്ങുന്ന ഒരവസ്ഥ വരികയോ, പിന്നെ കരച്ചിലൊക്കെ വളരെ ഡള്ളായി വീക്കായിട്ട് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേഗം ചികിത്സ തേടണം. സാധാരണ കാണുന്ന നമ്മൾ ഈ ജോണ്ടിസ് ആദ്യത്തെ 24 മണിക്കൂർ മുതൽ ഒരു 72 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഈ മഞ്ഞപ്പിത്തം ഡെവലപ്പ് ചെയ്യുക. പക്ഷെ അത് ഒരു 3-4 ദിവസം കുറച്ചധികമായിട്ട് കാണുകയും ഒരാഴ്ച മുതൽ 2 ആഴ്ചൻ്റെ ഉള്ളിൽ താനെ സുഖപ്പെടുകയും ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മാത്രം അതിൽ ചികിത്സ ആവശ്യമുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് പോകുന്നതായിട്ട് കാണാം. അതുപോലെ കുട്ടി വയറ്റിന്ന് പോവുകയോ മൂത്രമൊഴിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്നത് കാണാറുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതിനൊന്നും ചികിത്സ ആവശ്യമില്ല ആക്ച്വലി. അതുപോലെ ഛർദി എന്ന് പറഞ്ഞ് കുട്ടികളെ ക്ലിനിക്കിൽ കൊണ്ടുവരാറുണ്ട്. പാല് കുടി കഴിഞ്ഞ ഉടനെ കുറച്ച് പാല് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്ത് വരുന്നത് കാണാം. ഛർദി എന്ന രീതിയിൽ അത് ആക്ച്വലി അത് ഛർദി അല്ല, നല്ല രീതിയിൽ പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗ്, നമ്മൾ തെറിച്ചു പോകുന്ന രീതിയിൽ ഛർദിക്കുകയും അമിതമായി പെർസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായ ഛർദിയൊക്കെ കാണുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ചികിത്സ തേടേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ ചില കുട്ടികൾ കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് കോങ്കണ്ണ് പോലെ കാണാം. ചില സമയങ്ങളിൽ ക്രോസ്ഡ് ഐ എന്ന് പറയും. കുട്ടി ഇങ്ങനെ 2 കണ്ണും ഒരു ഭാഗത്തേക്ക് വരും. കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു കോങ്കണ്ണ് രൂപപ്പെട്ട പോലെ തോന്നും. നോർമലി നമ്മൾ കുട്ടിയുടെ കണ്ണിന് ചുറ്റുഭാഗമുള്ള മസിൽസ് ഫുള്ളി ഡെവലപ്ഡ് ആവാത്ത കാരണം വരുന്ന ചെറിയൊരു കോർഡിനേഷൻ്റെ പ്രശ്നം മാത്രമാണത്. അതിന് ചികിത്സ ആവശ്യമില്ല, ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3 മാസം വരെയൊക്കെ ഇത് നോർമലായിട്ട് കുട്ടികളിൽ കാണാറുണ്ട്. അപ്പോൾ അതിന് ശേഷമൊക്കെ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും പ്രസവം കഴിഞ്ഞ ഉടനെ അവരുടെ ബ്രസ്റ്റ് ഇങ്ങനെ കല്ലിച്ച പോലെ കാണാം, സ്വെല്ലിങ് ചെയ്ത പോലെ നിപ്പിളിന് ചുറ്റുഭാഗവും തടിപ്പായിട്ട് കാണാറുണ്ട്. പല ആളുകളും അത് കുട്ടിക്ക് അവിടെ ബ്രസ്റ്റ് കല്ലിപ്പായിട്ട് ക്ലിനിക്കിൽ വരാറുണ്ട്. പക്ഷെ അതും മാതാവിൽ നിന്നും കിട്ടുന്ന ചില ഹോർമോൺ കാരണം ഉണ്ടാവുന്ന ഒരു ചെറിയ പ്രയാസം മാത്രമാണ്. അത് താനെ മാറിപ്പോകുന്നതാണ്, അതിന് ചികിത്സ ആവശ്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ടതും എന്നാൽ ചില പാരൻസിനൊക്കെ വല്ലാണ്ട് പേടിപ്പിക്കുന്നതുമായിട്ടൊരു പ്രശ്നമാണ് പെൺകുട്ടികളുടെ യോനി ഭാഗത്ത് നിന്ന് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ വെള്ളപ്പോക്ക് പോലെ ചില ഡിസ്ചാർജുകൾ കാണാറുണ്ട്. ഇത് ശരിക്കും ഹോർമോൺ വിത്ഡ്രോവലാണ്. മാതാവിൽ നിന്നും കിട്ടിയ ഹോർമോണിൻ്റെ വിത്ഡ്രോവലാണ് ശരിക്കും ഈ വജൈനൽ ഡിസ്ചാർജോ ബ്ലീഡിങ്ങോ. അതും സ്വാഭാവികമായിട്ടും ഭേദപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്നാണ് കുട്ടിയുടെ താടി ഭാഗം ഇങ്ങനെ ട്രംബ്ലിംഗ് എന്ന് പറയും, വിറയൽ പോലെ ചെറിയ കുട്ടികളിൽ, പ്രസവം കഴിഞ്ഞ ഉടനെ കുട്ടികളിൽ ഇങ്ങനെ വിറയൽ കാണാറുണ്ട്. ഇതും നമ്മുടെ നെർവസ് സിസ്റ്റം, കുട്ടികളുടെ നാഡീവ്യൂഹം ശരിക്കും മെച്ചുവർ ആവാത്തത് കൊണ്ട് വരുന്ന ഒരു ചെറിയ പ്രശ്നം മാത്രമാണ്. അതും താനെ ഭേദപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ്, ചികിത്സ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നവജാത ശിശുക്കളിൽ കാണുന്ന ചില പ്രയാസങ്ങളും എന്നാൽ പാരൻസിന് വല്ലാണ്ട് പ്രയാസപ്പെടുത്തുകയും വേഗം ചികിത്സ തേടുകയും ചെയ്യുന്ന കാര്യങ്ങൾ. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്ത് കുറവില്ലെങ്കിൽ മാത്രമേ ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ആവശ്യമുള്ളൂ. ഇനി കുട്ടികൾക്ക് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് എപ്പോഴാണെന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും നല്ല രീതിയിൽ പനി കാണുകയാണെങ്കിൽ, അതായത് നമ്മൾ 38 ഡിഗ്രി സെൽഷ്യസ് അതല്ലെങ്കിൽ 100 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ പനി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. പിന്നെ പാലുകുടി വളരെ കുറവായിട്ട് കാണുക, കുട്ടിയിൽ അമിതമായി ക്ഷീണം കാണുക, അമിതമായിട്ട് ഉണരാതെ തുടർച്ചയായിട്ട് കുട്ടി ഉറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടിയിൽ ആലസ്യം പോലെ, നമ്മൾ ലെതർജി എന്ന് പറയും, കടുത്ത ക്ഷീണം അല്ലെങ്കിൽ ഒരു ആലസ്യം കുട്ടിയിൽ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ പേഴ്സിസ്റ്റൻ്റ് വോമിറ്റിംഗ്, തുടർച്ചയായ ഛർദി, നമ്മൾ ഫീഡ് ചെയ്യുന്നതിനനുസരിച്ച് അതേ അളവിൽ തിരിച്ച് പോരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പീഡിയാട്രിക് കൺസൾട്ടേഷൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്ന്, കുട്ടി ഭാരം കൂടാതിരിക്കുക. പ്രസവം കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് നോക്കുമ്പോഴൊക്കെ ഭാരം കൂടാതെ ഒരേ വെയിറ്റിൽ നിൽക്കുകയോ അല്ലെങ്കിൽ ഭാരം കുറഞ്ഞു വരികയോ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ കൺസൾട്ടേഷൻ ചെയ്യേണ്ടതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ന്യൂ ബോൺസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വെയിറ്റ് ചെയ്ത ശേഷം മാത്രം ചികിത്സ തേടിയാൽ മതിയാവും. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഇതുപോലെ പ്രസവം കഴിഞ്ഞ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക.